ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യാത്ര തുടങ്ങുന്നത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ചെന്നൈയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇപ്പോൾ വന്ന് സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. ട്രെയിൻ വന്ന ഉടനെ സീറ്റിനൊന്നും അല്ലായിരുന്നു വേണ്ടി ബർത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങാനുള്ള മൂഡിലാണ് എല്ലാവരും. എന്നെ പോലെ തന്നെ ഞാനും നൈസായിട്ട് ബർത്ത് തപ്പിയിട്ട് അലഞ്ഞ്. അങ്ങനെ നമുക്ക് സ്പേസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കയറിയാൽ മതി, വണ്ടി എടുക്കുമ്പോൾ കിടന്നുറങ്ങിയാൽ മതി, വേറെ ഒന്നും നോക്കുന്നില്ല. 2 ദിവസത്തെ ഉറക്കം പെൻഡിങ്ങിലാണുള്ളത്. അപ്പോൾ പിന്നെ ഒരൊറ്റ ഉറക്കം. ബോധം വന്നപ്പോഴേക്കും തിരുപ്പൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള തമിഴ്നാടിൻ്റെ വറ്റി വരേണ്ട കാഴ്ചകളൊക്കെ തലയിട്ട് നോക്കി കാണാൻ കഴിയും. അങ്ങനെ മരുഭൂമിയിലെ മഹാത്ഭുതം പോലെ ഒരു തുള്ളി വെള്ളവും പുഴയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അത് ഈ തിരുപ്പൂർ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഈ പൊട്ടിത്തെറിച്ച ചൂടിൽ കുറച്ച് വെള്ളമൊക്കെ എവിടെയൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ സംഭവം തന്നെയാണ് കേട്ടോ. കോയമ്പത്തൂർ വരെയാണ് നമുക്ക് ഈ ട്രെയിൻ ഉള്ളത്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് വേണം വേറെ വണ്ടിയിൽ കയറിയിട്ട് നാട് പിടിക്കാനായിട്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പകൽ നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനി വേറെ ട്രെയിനിലാണ്. വേക്കൻസി കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടൊന്നുമില്ല. ഞാൻ കേരളത്തിൽ തന്നെയാണ് നോക്കുന്നത്. തമിഴ്നാട് കുറച്ച് ദിവസത്തേക്ക് ആരോഗ്യനിലയൊക്കെ ഒന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്ക് കേരളം തന്നെ പിടിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. ഒരുപാട് വേക്കൻസികൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലുമൊക്കെ നോക്കണം. നോക്കിയിട്ട് സെറ്റ് ആയതിനു ശേഷം സമയമുണ്ട്. 4 മണിക്ക് ശേഷം ട്രെയിനുള്ളൂ. അപ്പോൾ അതുവരെ സമയമുണ്ട്. ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് എന്തായാലും സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. ടിക്കറ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഇടങ്ങാറാണ് കേട്ടോ. അമ്മാതിരി തിരക്കായിരിക്കും. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്നും ഷൊർണൂർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനിൽ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള പർവ്വതനിരകളും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ള കാഴ്ചകളെ വരവേൽക്കുന്നതിനായിട്ട് കട്ട കാത്തിരിപ്പാണ് കേട്ടോ. ഒരുപാട് തവണ ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വഴി കടന്നു പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം പകർത്തിയെടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ പാസഞ്ചർ ട്രെയിൻ തിരഞ്ഞെടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ മെല്ലെ പതിയെ നടന്നു പോകുന്ന സ്പീഡിൽ ഇങ്ങനെ പോകും. കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കിട്ടേ ഇരിക്കണം. പോത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മധുക്കര എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വാളയാർ വരെയുള്ള കാഴ്ചകളാണ് ഈ ഒരു റൂട്ടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കുന്നുകളും ചെരുവുകളൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ. അങ്ങനെ എത്തിമടൈ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. മലയ്ക്ക് മുകളിലുള്ള ഒരു മലൈക്കോവിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഇനിയൊരു ദിവസം നമുക്ക് ഈ ഒരു വഴി പാസ് ചെയ്യുമ്പോൾ തുനിഞ്ഞിറങ്ങി അതിൻ്റെ മണ്ടയിലോട്ട് കയറാവുന്നതാണ്. പക്ഷേ ഇന്ന് കേരളം പിടിക്കാനുള്ള ആ ഒരു ആകാംക്ഷയിൽ, ആ ഒരു അതിയായ ആഗ്രഹത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം തന്നെയാണ് സ്വർഗം എന്നറിയണമെങ്കിൽ തമിഴ്നാട്ടിലോട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. സ്വന്തം നാട് കേരളം സ്വർഗം എന്ന് പറയാതെ ആരും തിരിച്ചു വരില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം.
അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ സ്വന്തം വാളയാർ സ്റ്റേഷനും കടന്ന് കേരളത്തിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്കങ്ങോട്ട് കാണാം. പച്ചപ്പ് വിരിച്ച കേരളം അതൊരു വല്ലാത്ത അനുഭൂതി തന്നെ പകരുന്ന കാഴ്ചകൾ. ഒട്ടനവധി ഫാക്ടറികളും വ്യവസായങ്ങളും പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം വ്യാവസായിക നഗരം കഞ്ചിക്കോട്. ഫൈനലി നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു യാത്ര ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തേക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ബൈ ബൈ.